പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് പ്രഭാത സവാരിക്കിടെ ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സവാരിക്കിടെ അല്പം വിശ്രമിക്കാനായിട്ട് ഞാനൊരു കലങ്കയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് രണ്ട് കുട്ടികളുടെ സംഭാഷണം കേൾക്കാനിടയായി. രണ്ടുപേരും പറയുന്നത്, ഒരാൾ പറയുന്നു ഞാൻ എടുത്തിട്ടില്ല എന്ന്, മറ്റേ ആൾ പറയുന്നു ഞാൻ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ എന്തോ സംഗതി എടുത്തതിനെ കുറിച്ചിട്ടുള്ള ഒരു തർക്കമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഭക്ഷണം ഒരാൾ എടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സംസാരമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അമ്മയും അതിനകത്ത് ഇടപെടുന്നുണ്ട്, പക്ഷെ അമ്മ എന്താ പറയുന്നതെന്നുള്ളത് കേൾക്കുന്നില്ല. അങ്ങനെ അവരുടെ തർക്കം മുന്നോട്ട് പോയി. അതിനിടയിൽ അമ്മ പറയുന്നുണ്ട് അത് 500 ഉണ്ടായിരുന്നു. അപ്പോൾ 500 ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി, അപ്പോൾ അത് ഭക്ഷണമല്ല, അപ്പോൾ 500 ഒരു കണക്കായതുകൊണ്ട് അതൊരു പൈസയായിരിക്കും. അപ്പോൾ വീടുകളിൽ പൈസ വച്ചിട്ട് അത് കാണാതാവുന്നതും അങ്ങനെ ഒരാളെടുത്തുനിന്നും മറ്റാളെടുത്തുനിന്നും എല്ലാം സംസാരങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാവാറുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഇതിൻ്റെ അവസാനം ഇവരുടെ സംസാരത്തിൻ്റെ വിഷയം മറ്റൊന്നായിരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞതുകൊണ്ട് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്തിരിക്കുക. അവസാനം ഞാൻ പറയുമ്പോൾ അതാണോ നിങ്ങൾ വിചാരിച്ചതെന്നുള്ളതെന്ന് തന്നെ അറിയിക്കണം. അതെല്ലാം മറ്റൊന്നാണെങ്കിലും അറിയിക്കണം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ പണ്ട് മുതൽ നമ്മൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമെല്ലാം പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം എന്നൊക്കെയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതല്ല. അപ്പോൾ ഇവരുടെ സംസാരം തുടരുകയാണ്. അമ്മ വന്നിട്ട് പറയുന്നതെന്ന് അത് 500 ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും അമ്മ ക്ലിയറായി പറയുന്നു അത് 500 GB ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് 300 ഉള്ളൂ. ഇതാണ് ആ വീട്ടിലെ തർക്കം. ആ 200 GB ഡേറ്റ ആരാണ് എടുത്തത്, ആരാണ് മോഷ്ടിച്ചത് എന്നുള്ള ഒരു സംസാരമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചതും അതുതന്നെയായിരുന്നു എന്നുള്ളതൊന്ന് അറിയിക്കുക. ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള സംഗതി. ഞാൻ നേരത്തെ പറഞ്ഞ പാർപ്പിടം, ഭക്ഷണം, വസ്ത്രം, അതിലുപരി ഈ ഡേറ്റാസാണ് ഇന്ന് നമ്മളുടെ ജീവിതത്തെ കൂടുതൽ സ്വാധീനിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചത് എന്താണെന്നുള്ളതും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. Bye.